ഷൊർണൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ പ്രവർത്തിച്ചു വന്നിരുന്ന റെയിൽവേ മെയിൽ സർവീസ് ഓഫീസ് അടച്ചുപൂട്ടി. 30 താൽക്കാലിക ജീവനക്കാർക്ക് ജോലി നഷ്ടമായി. ഷൊർണൂരിൽ നിന്നും ചരിത്രമായത് കേരളത്തിലെ ആദ്യത്തെ RMS ഓഫീസ് കൂടിയാണ്. രജിസ്റ്റേർഡ് തപാൽ ഉരുപ്പടികൾ സ്പീഡ് തപാൽ ഉരുപ്പടികളുമായി മെർജ് ചെയ്ത് സ്പീഡ് പോസ്റ്റ് ഹബ്ബുകളിലേക്ക് മാറ്റാനുള്ള തപാൽ വകുപ്പിന്റെ നടപടിക്രമത്തിന്റെ ഭാഗമായാണ് ഷൊർണൂരിലെ RMS ഓഫീസ് പൂട്ടിയത്. ഷൊർണൂർ ഓഫീസിൽ ജോലി ചെയ്തിരുന്ന 55 ജീവനക്കാരെ തിരൂർ, പാലക്കാട്, കോഴിക്കോട് ഡിവിഷനുകളിലേക്കും സ്ഥലം മാറ്റി. തിരുവനന്തപുരത്ത് നിന്ന് മുതലെത്തുന്ന ബാഗുകൾ ഇനി ഷൊർണൂരിൽ ഇറക്കുകയും അവിടെ നിന്ന് രാത്രിയിൽ പാലക്കാട്ടേക്ക് കയറ്റിവിടുകയും വേണം. ഇവയെല്ലാം പാലക്കാട് നിന്ന് നടപടികൾ പൂർത്തീകരിച്ച ശേഷം മാത്രമാണ് വീണ്ടും ഷൊർണൂരിലേക്ക് അയക്കുക. ഷൊർണൂർ RMSന് കീഴിൽ 54 പോസ്റ്റ് ഓഫീസാണ് ഉൾപ്പെടുന്നത്. VK ശ്രീകണ്ഠൻ MP, P മമ്മിക്കുട്ടി MLA തുടങ്ങിയവർ ഷൊർണൂർ RMS ഓഫീസ് നിലനിർത്താനാവശ്യമായ നടപടികൾ കൈക്കൊള്ളണമെന്ന് അധികൃതരോട് ആവശ്യപ്പെടുകയും ജീവനക്കാരുൾപ്പെടെ വിവിധ സമരങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തിട്ടും ഫലമുണ്ടായില്ല. ദിവസേന 2500 മുതൽ 3500 വരെ രജിസ്റ്റേർഡ് തപാൽ ഉരുപ്പടികളാണ് ഷൊർണൂർ RMS ഓഫീസിന് കീഴിൽ കൈകാര്യം ചെയ്തു വന്നിരുന്നത്. 1000-ഓളം ബാഗുകളും ട്രാൻസിസ്റ്റ് മെയിൽ ഓഫീസ് മുഖാന്തരം ക്രയവിക്രയം നടന്നിരുന്നു. മാസത്തിൽ 1 ലക്ഷത്തോളം രൂപ രജിസ്റ്റേർഡ് ബുക്കിംഗ് ഇനത്തിലും തപാൽ വകുപ്പിന് ലഭിച്ചിരുന്നു. 15000-ഓളം സെക്കൻഡ് ക്ലാസ് തപാൽ ഉരുപ്പടികളും ഓഫീസിൽ കൈകാര്യം ചെയ്തിരുന്നു. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ബുക്കിംഗ് കൗണ്ടർ ഓഫീസാണ് അടച്ചുപൂട്ടിയത്. 1950കളിൽ മദ്രാസ് ഡിവിഷന് കീഴിൽ ആരംഭിച്ച ഷൊർണൂരിലെ ഓഫീസ് കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന RMS ഓഫീസാണ്. ഒരു കാലത്ത് കേരള സർക്കിളിലെ പാഴ്സൽ കോൺസെൻട്രേഷൻ സെന്ററായിരുന്നു ഓഫീസ്. 3000-ഓളം പാഴ്സൽ ബാഗും ഉരുപ്പടികളും കൈകാര്യം ചെയ്തിരുന്നു. 10 വർഷം മുൻപ് തൃശൂരിൽ പാഴ്സൽ ഹബ്ബ് തുടങ്ങി പാഴ്സൽ ഉരുപ്പടികളുടെ ക്രയവിക്രയം ഇവിടെ നിന്നും മാറ്റുകയുണ്ടായി. സംസ്ഥാനത്തിനകത്തും രാജ്യത്തെ വിവിധ പ്രദേശങ്ങളിലേക്കും തപാൽ ഉരുപ്പടികൾ വളരെ വേഗം ട്രെയിനുകളിൽ അയക്കാനുള്ള സൗകര്യമുള്ള ഓഫീസാണ് ഇനി മുതൽ ഷൊർണൂരിൽ ചരിത്രമാകുന്നത്. UTV ന്യൂസ്, പാലക്കാട്.